എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കൃഷ്ണാദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ കൃഷ്ണയുടെ അമ്മയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണ എന്ന് അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്ന മോളെ വിളിക്കുക, അങ്ങനെ അമ്മയെ ഉണർത്തുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹപ്രകടനമൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ കൃഷ്ണ പറയുന്നത് ഞാൻ എങ്ങനെയായാലും പണം കണ്ടെത്തിക്കോളാം സാർ, അമ്മയെ രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ ടൗണിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സുന്ദരി ഗാഥയെ കാണാം. അപ്പോൾ കൃഷ്ണയാണ് തെറ്റിദ്ധരിച്ച് ഗുണ്ടകളെ വിട്ടിട്ട് പിടിപ്പിക്കുകയാണ്. അങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന നമ്മുടെ ഗോപാലൻ കാണുകയാണ്. അങ്ങനെ ഗോപാലനും കൂട്ടുകാരും ഓട്ടോയിൽ പോയിട്ട് നമ്മുടെ ഗാഥയെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഗാഥയെ രക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഗോപാലൻ വിചാരിക്കുന്നത് കൃഷ്ണയാണെന്ന്. പക്ഷെ ഗാഥ ഫുള്ള് ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ ഗാഥ പറയുന്നത് വേണ്ട വേണ്ട, ഞാൻ എൻ്റെ കാറ് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഗോപാലൻ പറയും കാറോ? ഗോപാലന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാറിൽ നമ്മുടെ ഗാഥ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പുറകെ നമ്മുടെ ഗോപാലനും പോവുകയാണ്. കൂടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്ന ഇത് സിതാരയുടെ വീട്ടിലേക്കാണ് കയറി പോകുന്നതെന്ന് കാണുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കൃഷ്ണയെ വിളിക്കും. മോൾ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയും. അപ്പോൾ പറയും മോള് ഹോസ്പിറ്റലിൽ തന്നെയാണോ എന്ന് ചോദിക്കുക. അതേ മാമ, ഞാൻ അമ്മയുടെ അടുത്താണെന്ന് പറയും. അങ്ങനെ ഗോപാലൻ ഉടനെ തന്നെ നമ്മുടെ സുനന്ദയും വിളിക്കുക. അപ്പോൾ സുനന്ദയോട് പറയും ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഈ സുധാരയുടെ മകളും നമ്മുടെ കൃഷ്ണയും ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ സുനന്ദയും ഞെട്ടു ഇത് കേട്ട്. അങ്ങനെ വീട്ടിലെത്തിയ ഗാഥയെ എല്ലാവരും ചേർന്ന് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സുനന്ദ ജ്യൂസുമായിട്ട് ചെല്ലുന്ന. അപ്പോൾ ഞാൻ ജ്യൂസ് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് ഗാഥ നോക്കുമ്പോൾ നമ്മുടെ സുനന്ദ ഞെട്ടിപ്പോവുകയാണ്. കാരണം കൃഷ്ണയും ഗാഥയും ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് ആരാണ്, ഇത് കൃഷ്ണയാണോ എന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സുനന്ദ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. അപ്പം ഗോപാലൻ വിചാരിക്കുകയാണ് എന്തായാലും നാട്ടിൽ പോയിട്ട് വരാം. അങ്ങനെ ഗോപാലൻ നമ്മുടെ ഗൾഫിൽ നിന്ന് വരുന്ന പോലെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മുടെ കൃഷ്ണയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നാട്ടിലെത്തുമ്പോഴത്തേനും എല്ലാവരും ഗോപാലൻ ഗൾഫിൽ നിന്ന് വന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാവരും പോയി കാണുകയാണ്. അങ്ങനെ കൃഷ്ണയെ കാണുന്നത്. അപ്പോൾ കൃഷ്ണ ആണെങ്കിൽ ഗോപാലനെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറയും എനിക്ക് ചിരി സഹിക്കാൻ വയ്യ, എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും മോളെയല്ല, ഇവിടെ വരണമെങ്കിൽ ഇങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ്. അങ്ങനെ കൃഷ്ണയുടെ അമ്മേനെ കാണുകയാണ്. കണ്ട് വർത്താനമൊക്കെ പറയുന്നു, ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഗോപാലൻ പറയുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറയാം പിന്നെ നമ്മുടെ കൃഷ്ണയെ പോലെ തന്നെയാണ് സിദ്ധാരയുടെ മകളും ഇരിക്കുന്നതെന്ന് പറയും. രണ്ടും ഒരേപോലെയാണെന്ന് പറയും. അപ്പം ഇതിലെന്തോ ഒരു സത്യമുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞ് ആരോടും അവർ പറയുന്നില്ല. അതുകൊണ്ട് അറിയില്ല ഇവരെങ്ങനെയാണ് ഇനി ഈ കൃഷ്ണയുടെ അമ്മയാണോ ഈ രണ്ട് കുട്ടികളുടെ അമ്മ, അതോ സിദ്ധാരയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.